പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 39 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇതറിഞ്ഞുകൊള്ളുവിൻ, കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകുമെന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കാനും പിന്നുകുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികളോട് കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവരിൽ നിന്നും അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും. ഈ വചനഭാഗത്തിൽ യേശു നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും. എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം കാണുന്നില്ല, അങ്ങനെ നമ്മൾ വിചാരിച്ച് നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അതിന് തക്ക ശിക്ഷ തന്നെ നൽകുമെന്ന് യേശു പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ സത്യത്തിനെതിരായിട്ട് പാപം ചെയ്യുമ്പോൾ ശിക്ഷയ്ക്ക് അർഹരാകുന്നു. ദൈവം നമ്മളെ അധികമായി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി തന്നെ ചെയ്യാം. അധികം ഏൽപ്പിച്ചിരിക്കുന്നവരിൽ നിന്നും അധികം ആവശ്യപ്പെടുമെന്ന് ദൈവം പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മുടെ വിശ്വസ്തതയെ ആരായുകയും അവിടുന്ന് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നുവോ, ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരുന്നുവോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കാരണം നമ്മുടെ ജീവിതം തന്നെയും ദൈവം നൽകിയത് തന്നെയാണ്. അതെത്രമാത്രം നമ്മൾ വില കൽപ്പിക്കുന്നു, അതിനനുസരിച്ച് ദൈവത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കാം.